നമ്മൾ അതൊക്കെ കൊൽക്കത്ത വിടുകയാണ്. നമ്മളുടെ കൂടെ മോജോ ട്രൈബിൽ ഒരാളുണ്ട് കുറച്ച് ദൂരം, സുദീപ് ദ, കൊൽക്കത്ത ട്രൈബിലെ മെമ്പറാണ്. അപ്പം മൂപ്പര് കുറച്ച് ദൂരം എന്നെ അക്കമ്പനി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആളുടെ വണ്ടി, മോജോ. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അടിപൊളിയാട്ടോ. അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. BMW റിങ്ങൊക്കെയാണ്. അത് കസ്റ്റം ചെയ്താണ്. കസ്റ്റം ചെയ്യുന്നവർക്ക് BMW കിട്ടിയപ്പോൾ മൂപ്പരുടെ വണ്ടിയിൽ അത് ചെയ്ത് കൊടുത്തതാണ്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് പ്ലസ് BMW DRL. നമ്മളിതാ കൊൽക്കത്ത വിടുമ്പോൾ കിലോമീറ്റർ റീഡിങ് 38,707, 38,707 റീഡിങ്. ഇന്ന് ഒരു 440 കിലോമീറ്റർ ഓടാനുണ്ട്. നല്ല ഹൈവേ എന്നാണ് പറഞ്ഞത്. ഏതായാലും പോയി നോക്കാം. കൊൽക്കത്തയൊക്കെ ടൗൺ ആയതുകൊണ്ടേ ഞാൻ അധികം വണ്ടിയും കൊണ്ട്, അധികം എന്നല്ല, ടൗണിലേക്ക് വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ടേ ഇല്ല. നമ്മളിന്നലെ പോയില്ല, ഈ പാലത്തിൻ്റെ അടിയിലൊക്കെയാണ് ഇന്നലെ ബോട്ട് കൊണ്ട് പോയത്. അപ്പോൾ കൊൽക്കത്തയ്ക്ക് വിടാം. ഈ ഹൈവേ ഉണ്ടല്ലോ, ഗോൾഡൻ ക്വാഡ്രിലേറ്ററിൻ്റെ ഒരു ഭാഗമാണ്. കണ്ടിന്യൂസ് നല്ല ഹൈവേ ആണെന്നാണ് അറിഞ്ഞത്, ഏകദേശം ചെന്നൈ വരെ. ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം വേറെ ഉണ്ടോ? തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നല്ല റോഡും ആയിരിക്കും. അപ്പം പിന്നെ കന്യാകുമാരി കൊച്ചി ഹൈവേ ഒക്കെ ഒരു ഇത് നല്ലത് തന്നെ ആയിരിക്കും. അപ്പം നാട് എത്തുന്നവരെ നല്ല റോഡായിരിക്കും വിചാരിക്കുന്നു. അതായത് നമ്മളൊരു 2 ആഴ്ചയും കൂടി ഉണ്ട് യാത്ര, ഒരു 12 ദിവസം കൂടി ബാക്കിയുണ്ട്. ഇന്ന് ഒക്ടോബർ 17. സുദീപ് ബ്രോനെ കണ്ടു, യാത്ര പറഞ്ഞു. ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ കൊൽക്കത്ത ടൗണിൽ കണ്ട് അങ്ങനെ സംസാരിച്ചിരുന്നു കുറേ. രാത്രി 11 മണി വരെ വണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നു. അപ്പം ഇന്ന് രാവിലെ കുറച്ച് നേരം എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ. പക്ഷേ ഞങ്ങൾ മിസ്സായിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായിപ്പോയി. അവസാനം കണ്ട് സംസാരിച്ച് സന്തോഷപൂർവ്വം യാത്ര പറഞ്ഞു. അവിടെ അയാൾ തംസപ്പ് കാണിക്കാൻ വേണ്ടി ഫോൺ അടിച്ചതാ. ഓക്കെ, അപ്പം അങ്ങനെ നമുക്കിനി സ്ട്രെയിറ്റ് ഭുവനേശ്വർ 430 കിലോമീറ്റർ 6 ലൈൻ ഹൈവേ, 4 ലൈൻ 6 ലൈൻ അങ്ങനെ മാറി മാറി വരും. സന്തോഷം. ഏകദേശം 200 കിലോമീറ്റർ ആവാനായി. അത്യാവശ്യം നല്ല ഹൈവേ തന്നെയാണ്. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം പണി നടക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലായിടത്തും 4 ലൈൻ 6 ലൈൻ ഹൈവേസാണ്. അധികം 4 ലൈനാണ് ഇങ്ങോട്ടേക്ക്. ഇനിയിപ്പോൾ നമ്മളിതാ വെസ്റ്റ് ബംഗാളിനോട് വിട പറയുന്നു. ഒഡീഷ ബോർഡർ കടക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് പെട്രോളും അടിക്കണം. ഇന്ന് നമ്മൾ രാവിലെ പെട്രോളൊന്നും അടിച്ചില്ല. അപ്പോൾ അത് 2 കട്ടയും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ബാലാസോർ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് ഒഡീഷയിൽ. കയറി കഴിഞ്ഞാൽ ഉടനെ എത്തും ആ ഒരു ടൗൺ. അവിടെ നിന്ന് അടിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ചോറും കഴിക്കാം. അങ്ങനെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ല കേട്ടോ. വെയിലുണ്ട്, പക്ഷെ അങ്ങനെ ചൂടും ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും നല്ല ഹൈവേ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഒരു ബോർഡറായിട്ടൊന്നും അങ്ങനെ കണ്ടൊന്നുമില്ല, ശ്രദ്ധിച്ചില്ല. ഒഡീഷ വെസ്റ്റ് ബംഗാൾ ബോർഡറായിട്ട് വെൽക്കം ബോർഡോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. നമ്മളെന്തായാലും അങ്ങനെ ഒഡീഷ കയറിയിരിക്കുന്നു. വെസ്റ്റ് ബംഗാളിന് വിട പറയുന്നു. ഒഡീഷ കാലി ഹൈവേ അല്ലേ. ബ്രേക്കും ഉണ്ട്, ക്ലച്ചും ഉണ്ട്, വേറെ ഒന്നുമില്ല. ഗിയർ ഡൗൺ ചെയ്യേണ്ടി വന്നൊന്നും പറ്റില്ല പെട്ടെന്ന്. കുറേ നേരം ഇരുന്നിട്ടേ. ഞാൻ ഷൂ വന്നിട്ടില്ല. ആ ഷൂ ഒക്കെ ഇതുപോലത്തെ വെയിലത്തിട്ട് കഴിഞ്ഞാലേ അകത്ത് ഒരുമാതിരി വെള്ളം ഒഴിച്ച് വെച്ച പോലെ ആയിരിക്കും കാല് വേർക്കുന്നത്. അപ്പോൾ ശരിക്കും യാത്ര തുടങ്ങുന്ന ആഴ്ച തന്നെ എൻ്റെ ഷൂ തിരിച്ച് വീട്ടിലേക്ക് അയച്ചു വിട്ടു. അതാണ് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്. കുറേ ദിവസം മഴയും തണുപ്പത്തൊക്കെ നമുക്ക് ആ ആങ്കിൾ ബൂട്ട്, തണുപ്പത്തിടുന്ന ഒരു ബൂട്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്
ഒരുപാട് ദൂരം നമുക്കത് യൂസ് ചെയ്തു. അത് കഴിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ കാലാവസ്ഥയിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഞാൻ ചെരുപ്പും സോക്സും ഇട്ടിട്ടാണ് പോകുന്നത്. ഒരു പുഴ നമ്മൾ ക്രോസ് ചെയ്യാണ്. മഹാനദി ഉണ്ട്, പക്ഷെ അത് ഇവിടെ എല്ലാം തോന്നുന്നുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഭുവനേശ്വർ എത്തുന്നതിന് മുമ്പാണ് മഹാനദി വരിക. ഇത് വേറെ ഏതോ നദിയാണ്. അങ്ങനെ പെട്രോൾ അടിക്കാൻ പറ്റി. ഭാരത് പെട്രോളിയത്തിൻ്റെ തന്നെ പമ്പ് ഉണ്ട്. എയർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സൈഡാക്കിയതാ. ഇവിടെയൊക്കെ ഹൈവേ അടിപൊളിയാണ് കേട്ടോ. 6 ലൈൻ ഫുൾ ടാർ ചെയ്ത റോഡുകളാണ്. നമുക്ക് ഇങ്ങനെ പോവാം കണ്ടിന്യൂസ്. ഇനിയിപ്പോൾ ഒരു 120 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഭുവനേശ്വർ. ഒഡീഷയുടെ ക്യാപിറ്റലും കൂടെയാണ്. ഇന്ന് പറ്റിയ വൈകുന്നേരം അവിടെ ഭുവനേശ്വർ ലിംഗരാജ് ടെമ്പിൾ ഉണ്ട്. പക്ഷേ ഫോട്ടോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഭുവനേശ്വർ എന്ന് പറയുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പലപ്പോഴും ഈ ഒരു ടെമ്പിളിൻ്റെ ഫോട്ടോ ആണ് വരാറ്. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് പോവാം. ഈ കാണുന്നത് മഹാനദി ആണോ? നല്ല വീതിയുണ്ട്, നല്ല വീതിയുണ്ട്. ഹൈവേ സൂപ്പർ കേട്ടോ. കഴിഞ്ഞ ഒരു 100-120 കിലോമീറ്ററെല്ലാം ഇങ്ങനെയാണ്. 6 ലൈൻ ടാർമാക്. നല്ല ഹൈവേ. നല്ല ഹൈവേ എന്ന് പറഞ്ഞാൽ നല്ല ഹൈവേ. അതുകൊണ്ട് സുഖമായി പറന്ന് പോവാണോ. ട്രാഫിക്കും വലിയ കാര്യമായിട്ടില്ല. ഈ റൂട്ടിൽ ട്രക്ക് ട്രാഫിക്കൊക്കെ അത്യാവശ്യം ഉണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. 6 വരിപ്പാത ആയതുകൊണ്ട് സുഖമായി ദൂരം പിന്നിടാൻ പറ്റും. ഇതൊക്കെ കണ്ടില്ല, ഒഡീഷയിലെ കാഴ്ചകളാണ്. ഞാൻ വെറും ഹൈവേ ആയതുകൊണ്ട് കേട്ടോ ഒന്നും റെക്കോർഡ് ചെയ്യാത്തത് കാര്യമായിട്ട്. ആഹാ, ഇത് കണ്ടില്ലേ, നല്ല പാടവും നല്ല ഷേപ്പുള്ളൊരു മലയും. ഇവിടെ മാത്രമല്ല, അപ്പുറത്തും ഉണ്ട് കേട്ടോ. കട്ടക്കെത്താനായി നമ്മൾ ഒരു 60 കിലോമീറ്റർ ഓടി. നമ്മളുടെ പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗാട്സ് പോലെ തന്നെ ഇവിടെ ഈസ്റ്റേൺ ഗാട്സ് ഉണ്ട് കേട്ടോ, പൂർവഘട്ടം. അത് നമ്മൾ പക്ഷേ ഇപ്പം ഈ ഭാഗത്തൊന്നുമില്ല. വിജയവാഡ കഴിഞ്ഞ് നമ്മൾ ശ്രീശൈലം കയറും, ഒരു ജ്യോതിർലിംഗാണ്. അപ്പോൾ ആ സമയത്ത് ഈസ്റ്റേൺ ഗാട്സിൻ്റെ മുകളിൽ നമ്മൾ കയറുന്നുണ്ട്. ഇതേപോലെ മലകൾ കുറച്ച് ഉയരമുള്ള മലകളായിരിക്കും. എന്തായാലും കാണാം. ആഹാ, മഹാനദി ഒഡീഷയിലെ അതാട്ടോ നമ്മളിപ്പോൾ കിടക്കുന്നത്. അമ്മ, എന്താ മഹാനദി തന്നെ. നല്ല വെള്ളമുണ്ടല്ലോ. പക്ഷേ ആ സൈഡിൽ കൂടെ പോയാൽ മതി. 2 പാലം ഉണ്ടായിരുന്നു. ഓ, എന്താ ഇതിൻ്റെ നീളം. ഈ ഭാഗത്തൊക്കെ മണൽ കെട്ടി നിൽക്കുന്നുണ്ട്. എന്താ വലിപ്പം. മഹാനദി. അപ്പുറത്ത് റെയിൽവേ പാലം കാണാം. കട്ടക്കെത്തിയും തോന്നുന്നു. പുഴ കടന്ന കട്ടക്കാണ്. യെസ്, ഇതാട്ടോ ഒഡീഷയിലെ കട്ടക്ക് ആണിത്. എന്തായാലും കട്ടക്കിൽ നമുക്ക് കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനോട് ചേർന്ന് തന്നെയാണ് ഭുവനേശ്വർ. നമ്മൾ കണ്ടോ 4:15 ഉള്ളൂ. കുറേ ദിവസത്തിന് ശേഷം വീണ്ടും സൂര്യാസ്തമയത്തിന് മുമ്പ് ഒരു സ്ഥലം എത്തുമെന്ന് വിചാരിക്കുന്നു. അവിടെ ബ്ലോക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, കാരണം ഭുവനേശ്വർ ക്യാപിറ്റലാണല്ലോ ഒഡീഷയുടെ. അപ്പോൾ ഭുവനേശ്വർ അവിടെ എത്തുമ്പോൾ ബ്ലോക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നോക്കാം. ആഹാ, കട്ടക്കിന് മുമ്പും ശേഷവും ഉണ്ടോ മഹാനദി? നോക്കൂ, മഹാനദി ആണോന്ന് അറിയില്ല കേട്ടോ. ഇതും ഒരു വലിയ നദി തന്നെ. 2 ഭാഗത്തേക്ക് ഒഴുകുന്നുണ്ട്. എന്തോ നല്ല വെള്ളമുണ്ട് എന്തായാലും. ഈ കട്ടക്ക് വിട്ട് കഴിഞ്ഞാൽ ഭുവനേശ്വർ വരെ അത്യാവശ്യം ഇങ്ങനെ ബിൽഡിങ്ങും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മളെ എന്താ പറയുക, ക്യാപിറ്റലാണല്ലോ.
ആലുവ ടു എറണാകുളം പോലെ. ഇവിടെയും ഒരു പുഴ കാണാം ഭുവനേശ്വർ എത്തുമ്പോൾ. നമ്മൾ ഹൈവേന്ന് താഴേക്ക് ഇറങ്ങി പുരി ഹൈവേയിലേക്ക് ഡൈവേർട്ട് ചെയ്തു കേട്ടോ. ഇന്ന് പുരിയിലേക്ക് പോവില്ല, പക്ഷേ ആ ഹൈവേന്ന് ഒരു 10 കിലോമീറ്ററും കൂടെ ഉള്ളിലേക്ക് പോകണം. ഇതിനു മുമ്പ് ബംഗാൾ ഉൾക്കടലിലെ സൂര്യോദയം കണ്ടത് ചെന്നൈയിലെ മറീന ബീച്ചിലാണ്. എന്തായാലും പുരിയിൽ വന്ന സ്ഥിതിക്ക്, പുരി 63 കിലോമീറ്റർ ഉണ്ട്, ഭുവനേശ്വർ വന്ന സ്ഥിതിക്ക് നാളെ രാവിലെ ഒന്ന് പിടിച്ചാലോ ആലോചിക്കുക. സൺറൈസ് സൂപ്പറായിരിക്കും, നോക്കാം. ഇതാദ്യമായിട്ട് കേട്ടോ ഇത്രയും തിരക്ക് കുറഞ്ഞ ഒരു സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ കാണുന്നത്. നല്ല റോഡും വീതി കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും തിരക്ക് വളരെ കുറവ്. അത് തന്നെ അതിശയിപ്പിക്കുന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. വൈകുന്നേരം 5 മണി സമയം, 10 മിനിറ്റ് കൂടെ 5 മണിയാവാൻ. എന്താണോ ഇതിൻ്റെ അടുത്താണ് എയർപോർട്ടൊക്കെ. അപ്പം ടൗണിൻ്റെ ഒരു മെയിൻ ഭാഗമാണ് ഭുവനേശ്വർ. എന്നിട്ടും വലിയ തിരക്കൊന്നുമില്ല. ആഹാ, അതെന്തായാലും വളരെ നല്ലൊരു കാര്യം. അപ്പോൾ ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ലിംഗരാജ ടെമ്പിൾ ഉണ്ട്, ഭുവനേശ്വറിലെ മെയിൻ ടെമ്പിളാണ്. അവിടെ പോവും ഇന്ന്, ഇല്ലെങ്കിൽ നാളെയോ മറ്റന്നാളെങ്ങാനും നോക്കാം. ഇപ്പോൾ ഉള്ളത് ഇവിടെ ലിംഗരാജ ക്ഷേത്രത്തിലാണ്, ഭുവനേശ്വറിലെ. പക്ഷെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ടല്ലേ ഈ കാണുന്ന ഗേറ്റ് വരെ ക്യാമറയും കാര്യങ്ങളൊക്കെ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പം അവിടെ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, എനിക്ക് ഇത്രേ കാണിച്ചു തരാൻ നിവർത്തിയുള്ളൂ. ഉള്ളിൽ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ലിംഗരാജ ക്ഷേത്രത്തിൻ്റെ പുറമേയുള്ള ദൃശ്യം. ഉള്ളിൽ നിറയെ ക്ഷേത്രങ്ങളാട്ടോ, ഏതൊക്കെയോ മൂർത്തികൾ ഒരുപാടുണ്ട്, നിറയെയാണ്. ഇത്രയും സ്ഥലമുണ്ട് ഉള്ളിൽ. നല്ലൊരു രസമുണ്ട്. അവിടെ ഫുൾ സാൻഡ് സ്റ്റോൺ വെച്ചിട്ടാണ് കൺസ്ട്രക്ഷൻ മുഴുവൻ ഉള്ളത് അവിടെ. ഇതല്ലേ, പക്ഷേ ഫോൺ അലൗഡ് അല്ല, എന്ത് ചെയ്യാനാ. അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ രാത്രി. ഇതാണ് ലിംഗരാജ ടെമ്പിൾ, ഒഡീഷ, ഭുവനേശ്വർ. ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് വലിയൊരു കുളവും നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇരുട്ടായി പോയി, ഇല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാമായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കുളം പൂപ്പല പിടിച്ച് കിടക്കുകയാണ്, ഉപയോഗം ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. ഉള്ളിലും അതെ, പല ഭാഗങ്ങളും അടച്ചു കിടക്കുകയാണ്, പല ഭാഗങ്ങളും ഒന്നും ആരും ചെല്ലാതെ കാട് പിടിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. മുഴുവനായിട്ട് അത് ഇപ്പം മെയിൻറ്റെയിൻഡ് അല്ല എന്ന് വേണം പറയാനായിട്ട്. അല്ല, ഈ കാണുന്നത് അപ്പുറത്ത് ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ പാർക്കിംഗ് ഉണ്ട്. അത്യാവശ്യം ഭുവനേശ്വർ എന്ന് പറഞ്ഞാൽ ഒഡീഷയുടെ ക്യാപിറ്റലാണ്. അപ്പോൾ ആ ഒഡീഷയുടെ ക്യാപിറ്റലിലെ മെയിൻ ടെമ്പിളാണ് ഈ കാണുന്ന ലിംഗരാജ ടെമ്പിൾ. ഓക്കെ, ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കാണാൻ പറ്റും. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അല്ലേ, ഫോക്കസ് കിട്ടുന്നില്ല. ക്ലിയറുള്ള ഫോട്ടോസ് ഞാൻ വേണമെങ്കിൽ പറ്റിയ ഷെയർ ചെയ്യാം, അതായിരിക്കും കാണാൻ കുറച്ചുകൂടി സുഖം. നമ്മളിപ്പോൾ ഭുവനേശ്വറിൽ നിന്ന് പുരി വരെ പോവാണ്. അവിടെ ജഗന്നാഥ ക്ഷേത്രമുണ്ട്, പിന്നെ കൊണാർക്ക് സൺ ടെമ്പിൾ ഉണ്ട്, പിന്നെ അതുപോലെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ശങ്കരമഠം ഉണ്ടല്ലോ, ഇന്ത്യൻ്റെ 4 സൈഡിലുള്ള. നമ്മൾ ശൃംഗേരിൻ്റെ അടുത്ത് വരെ പോയിരുന്നു, അവിടെ മണ്ണിടിഞ്ഞിട്ട് അവിടെ മഠം പോകാൻ പറ്റിയില്ല. ദ്വാരക പോയിരുന്നു, വെസ്റ്റിൽ ദ്വാരക, സൗത്തിൽ ശൃംഗേരി, നോർത്തിൽ ജോഷി മഠ്, ബദ്രീനാഥ് പോകുന്ന റൂട്ട്, അവിടെ പോയിരുന്നു. ഇന്നിപ്പോൾ ദാ ഈസ്റ്റിലെ പുരിയിൽ ഒരു മഠമുണ്ട്, അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് കയറി പുരി സന്ദർശനം പൂർത്തിയാക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ തിരിച്ച് ഭുവനേശ്വർ തന്നെ വന്നിട്ട് വേണം നമുക്ക് വിശാഖപട്ടണത്തിലേക്ക് പോകാൻ ഫർദർ. അപ്പോൾ ഇന്ന് പോയി ഇന്ന് തന്നെ തിരിച്ച് ഭുവനേശ്വർ വരാനാണ് പ്ലാൻ. ഓക്കെ, ഭുവനേശ്വർ വലിയ തിരക്കില്ലാത്ത ടൗൺ, ഇന്നലെയും പറഞ്ഞിരുന്നു ഞാൻ. നമ്മൾ ഹൈവേയിൽ നിന്നൊരു 50-60 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് പോകുന്നു. 51 കിലോമീറ്റർ എന്തോ, ഇനി ഒരു 6-7 കിലോമീറ്റർ പോകാനുണ്ട്. പുരി എത്തി നമ്മൾ. ഈ കാണുന്നൊക്കെ
പുരിയുടെ ഭാഗങ്ങളാണ്. ഇനി ജഗന്നാഥപുരി പോയി നോക്കട്ടെ. ഇതാ ജഗന്നാഥപുരിയിലേക്കുള്ള എൻട്രൻസ്. വെൽക്കം ടു പുരി ധാം. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെയും ഉള്ളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പുരി ഈ കാണുന്നതാണ് പുരി ടൗൺ. ഇവിടുന്ന് ശരിക്കും ലെഫ്റ്റ് പോയാലാണ് കൊണാർക്കെല്ലാം. നമുക്ക് ആദ്യം പുരി പോയിട്ട് പോവാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്, നമ്മൾ അങ്ങോട്ടേക്ക് പോയി ഇവിടുന്ന് ഇങ്ങോട്ടാണ് ജഗന്നാഥപുരി. വെയിൽ. ശരിക്കും ഇംഗ്ലീഷിൽ ജാഗർനോട്ട് എന്നുള്ള വാക്ക് വരുന്നത് ജഗന്നാഥ് എന്നുള്ള വാക്കിൽ നിന്നാണ്. ഈ ജഗന്നാഥപുരിയിൽ പണ്ട് ഒരുപാട് പേര് മരിച്ചിരുന്നു ഈ തിക്കിലും തിരക്കിലും പെട്ടിട്ട്. അതിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ ജാഗർനോട്ട് എന്നുള്ള വാക്ക് ഉണ്ടാക്കുന്നത്. ആഹാ, അതാ കാണുന്നതാണ് ജഗന്നാഥപുരി ടെമ്പിൾ. എന്താ ഇവിടെ വണ്ടി എവിടെ വെക്കുന്നതാണ് അറിയാത്തത്. ഫ്രണ്ട് ഗേറ്റ് എത്തി. പാർക്കിംഗ് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. നമ്മളിപ്പോൾ ഉള്ളത് ജഗന്നാഥപുരി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. പക്ഷേ വീണ്ടും ഉള്ളിൽ ഫോണൊന്നും ഒരാളില്ല. 1000 രൂപ ഫൈനാണ്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം. ഇത് കണ്ടില്ലേ, ഇത് വെസ്റ്റ് സൈഡിൽ നിന്നുള്ള ഗേറ്റാണ്. ഇവിടുന്ന് കുറച്ചുകൂടി നമുക്ക് കാണാൻ കഴിയും. ഇതല്ലേ, ഇതെല്ലാം അമ്പലത്തിലെ കൊത്തുപണി കണ്ടില്ലേ, ആ ഒരു പെർഫെക്ഷൻ നോക്കും നിങ്ങൾ. ജോമെട്രി വൈസ് ആണെങ്കിലും അതിലെ ആ ഡീറ്റെയിൽസ് ആണെങ്കിലും എന്താ പണി, കൊത്തുപണി. കുറച്ചൊക്കെ അവിടെ അവിടെയൊക്കെ നശിച്ചിട്ടുണ്ട്. ഇതല്ലേ, ഇതാണ് ഇവിടെ ശങ്കരാചാര്യരുടെ മഠം, പുരി, ഒഡീഷ. ഗോവർദ്ധന മഠം എന്നാണ് പറയുക. ഇത് ഭഗവതി വിമലാംബ. ഇവിടെ തന്നെ ഒരു കുളവും ഒക്കെ കാണാം. ഇതിൻ്റെ പുറകിലായിട്ടാണ് മഠം വരുന്നത്. ഇത് കയറി ചെല്ലുന്നിടത്തുള്ള ദേവീക്ഷേത്രം. ഇത് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. അവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജഗന്നാഥപുരിയും പോയി, ശങ്കരമഠം, ഗോവർദ്ധനഗിരി പീഠം അവിടെയും പോയി. ഇനി കൊണാർക്കിലേക്ക് കൂടെ പോയാൽ പുരി സന്ദർശനം പൂർണ്ണം. എന്തായാലും ജഗന്നാഥപുരിയിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പോയ ടൈമിൻ്റെ ആയിരിക്കും. ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി 3:30 ആ സമയത്താണ് പോയത്. അങ്ങനെ ഇതാ മക്കളെ, കടൽ. എത്ര നാൾക്ക് ശേഷം ഗുജറാത്ത് വിട്ടപ്പോൾ കടൽ കണ്ടത്. ശങ്കരാചാര്യരുടെ പ്രതിമ. ഇതാണ് പുരിയിലെ ബീച്ച്. പുരിയിൽ ഇഷ്ടംപോലെ ബീച്ചസ് ഉണ്ട്. ഇത് ഇവിടെ മെയിൻ ബീച്ച്. തിരക്ക് കണ്ടില്ലേ. ആഹാ, നല്ല തെളിഞ്ഞ ആകാശവും നല്ല കടലും. ബംഗാൾ ഉൾക്കടലാട്ടോ. തിരക്ക് മാറുന്ന സ്ഥലത്ത് കാണിക്കുക. അതാണ് സ്പീഡ് ബോട്ട് അടിച്ച് പറത്തേ പോകുന്നു കേട്ടോ. പുരിയിൽ ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ സൂപ്പർ. കടലിൻ്റെ അടുത്തൂടെയാണ് പോകുന്നത്. നല്ല രസമുണ്ട്. യൂ ടേൺ എടുത്തു. ശരിക്കും ഇവിടെ ഒഡീഷയിലാണ്, ഒഡീഷ തീരത്ത് ഏതോ ഒരു പഴയ ക്ഷേത്രം. ബ്രിട്ടീഷുകാർ ഷിപ്പ് കൊണ്ട് വരുമ്പോൾ അവരുടെ കോമ്പസ് ഇവിടെ എത്തുമ്പോൾ മാത്രം എന്തോ ഇങ്ങനെ സൂചി ഇങ്ങനെ തെറ്റായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടിയില്ല. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീരത്ത്, കടലിൻ്റെ തീരത്ത് ഏതോ ഒരു ക്ഷേത്രമുണ്ട്. എനിക്ക് കൃത്യം അറിയില്ല ഏതാണെന്ന്. പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത്, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള
വിഗ്രഹം. അത് കാന്തം കൂടെ ചേർത്തുള്ള കാന്തം വെച്ചിട്ടായിരുന്നു നിർമ്മിച്ചത്. അപ്പം അതിങ്ങനെ എവിടെയും തൊടാതെ എയറിലായിരുന്നു നിന്നോണ്ടിരുന്നത് അത്ര. അത്രയും ശക്തിയുള്ള കാന്തമായിരുന്നു അത്ര അത്. അപ്പോൾ ആ കാന്തത്തിൻ്റെ ശക്തി കൊണ്ട് വലിയ വിഗ്രഹം കേട്ടോ, ചെറുതായിരുന്നില്ല, വലിയ വിഗ്രഹമാണ്. അതിങ്ങനെ വിഷ്ണുവിൻ്റെ രൂപമാണെന്ന് തോന്നുന്നു. അത് നിലം തൊടാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അത്രേ പണ്ടത്തെ വിഗ്രഹം. പിന്നീട് അതൊക്കെ നശിപ്പിക്കപ്പെട്ടു. ഏതായാലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെ കുറച്ച് ഉൾവഴികളിലൂടെയൊക്കെ പോയി ഒഡീഷേൻ്റെ കടൽ തീരത്തുള്ള ഏതൊക്കെയോ റോഡുകളിലൂടെ ഓടിച്ച് ഇപ്പോൾ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. ഇത് പുരി കൊണാർക്ക് ഹൈവേ ആണ്. പുറകിൽ കാണാം സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 32 കിലോമീറ്റർ കൊണാർക്കിലേക്ക്. അതൊന്ന് വേഗത്തിയ ഇരുട്ടാവുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ സൺ ടെമ്പിൾ കാണിച്ചു തരാം. ശരിക്കും രാവിലെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചത്, പിന്നെ കുറച്ച് വയ്യാതായി, കുറച്ച് കിടന്നു. പിന്നെ ഉച്ചയ്ക്കാണ് യാത്ര തുടങ്ങിയത്. ഏതായാലും തിരക്കില്ലാത്തതുകൊണ്ട് എല്ലാം നന്നായി കണ്ടു. അത് കുരങ്ങനല്ലേ, ഇവിടെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. കടൽ തീരത്ത് കുരങ്ങന്മാരെ കാണുന്നത് കുറച്ച് അപൂർവമാണ്. അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ. അവിടെ കൊണാർക്കിലും പുരിയിലും ഇഷ്ടംപോലെ കണ്ടിരുന്നു. അത് ശരി, ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗം കേട്ടോ. അവിടെ ബോർഡ് ഉണ്ടായിരുന്നു, വെറുതെ അല്ല കുരങ്ങന്മാർ കടൽ തീരത്തുണ്ട് എന്ന് പറഞ്ഞത്. ഇവിടെ മാൻ ചിലപ്പോൾ കുറുകെ ചാടും, സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. മാന് എന്തായാലും നോക്കി പോവാം. മാനിനെ കാണും ഇനി. ഇതുണ്ട് ഇവിടെ കടലടുത്തായതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ തോടുകളും പുഴകളൊക്കെ അങ്ങനെ ചേരുന്നത് കാണാം. എന്തായാലും കടലും ശാന്തം, തോടുകളും ശാന്തം. വലിയ വേലിയിറക്കം അങ്ങനെയൊന്നും കാണാനില്ല. ഒഡീഷയുടെ ഉള്ളിലേക്കുള്ള റോഡൊക്കെ സൂപ്പറാട്ടോ. ഇത് പിന്നെ അവരുടെ മെയിൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കൂടെയാണ് പുരി കൊണാർക്ക് എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഒഡീഷയിലെ റോഡ് നിരാശപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. നല്ല റോഡുകളാണ്. ഇതല്ലേ 2 സൈഡും മരങ്ങളായില്ലേ. നമ്മളത് ആ ഫോറസ്റ്റ് ഏതോ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്, കടലിനോട് ചേർന്ന്. നീലാകാശം പച്ചക്കറി ചുവന്ന ഭൂമി കണ്ടിട്ടില്ല? അതിൽ ദുൽഖർ ആ ഒരു സോങ്ങൊക്കെ ഉണ്ടല്ലോ. സോങ് കഴിഞ്ഞിട്ട് പിന്നെ അവർ വന്നു ചേരുന്ന പുരിയിലാണ്, പുരി ബീച്ച്. അതിലവർ ATV ഒക്കെ ഓടിക്കുന്നതും പിന്നെ സണ്ണി മീനൊക്കെ ആയിട്ടൊരു സീനുണ്ട്. അവർ പല ആൾക്കാരെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോകും. കാട്ടിലേക്ക് നടന്നിട്ട് ഒരു പോയിന്റ്, ബീച്ചിലൊരു പോയിന്റിലേക്ക് എല്ലാവരും ഒത്തുചേരുന്നു. ആ ഒരു സീനൊക്കെ ഇല്ലേ, അതൊക്കെ പുരിയിലാണ് ഷൂട്ട് ചെയ്തത്, പുരി കൊണാർക്ക് ഭാഗങ്ങളിൽ. എനിവേ നല്ല രസമുള്ള സ്ഥലം. വാവ്, ഇത് എന്താ അടിപൊളി റോഡാ, കാണാൻ എന്ത് രസം. ഇതൊക്കെ ഇവിടെ കണ്ട അസ്തമിക്കാൻ തുടങ്ങി. 5 മണി കഴിഞ്ഞു. നമ്മൾ കൊണാർക്ക് എത്തുമ്പോഴേക്കും ഇരുട്ടാവുമോ എന്നാണ് ഡൗട്ട്. ആഹാ, പെട്ടെന്ന് ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തെളിഞ്ഞ ആകാശം, പാലം, പുഴ. വീണ്ടും തിരിച്ച് കാട്ടിലേക്ക്. ഇല്ല, കാട് കഴിഞ്ഞെന്ന് തോന്നുന്നു അങ്ങോട്ട്. വീണ്ടും കടൽ. നമ്മളെ കൊണാർക്ക് എത്താനായിട്ടോ. ഒരു 7-8 കിലോമീറ്റർ ഓടി. ആഹാ, കടല്, ബംഗാൾ ഉൾക്കടൽ. ദ ഐറണി ഈസ്, സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് സൂര്യക്ഷേത്രത്തിൽ പോകുന്നത്. അവിടെ 8 മണി വരെ ഉണ്ടെന്നാണ് ഗൂഗിളിൽ സമയം കണ്ടത്. ഇനി അറിയില്ല, അവിടെ ചെല്ലുമ്പോൾ പോയിക്കോളാൻ പറയോ എന്തോ നോക്കാം. സൂര്യപ്രകാശം കുറച്ച് ബാക്കിയുണ്ട്. നമ്മൾ സൂര്യക്ഷേത്രം എത്തി, കയറി നോക്കാം. അങ്ങനെ ഇതാ സൂര്യക്ഷേത്രം കൊണാർക്ക്. അങ്ങനെ ഇതാ കുറച്ച് സൂര്യ വെളിച്ചം ബാക്കിയുണ്ട്. പിന്നെ ഇവിടുത്തെയും ലൈറ്റിംഗ് ഉണ്ട്, അപ്പം കുറച്ച് കാണാം. ഇതാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം. ഇതാണ് ഇവിടെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഈ ഒരു ചക്രം.
ഇതല്ലേ സൂര്യൻ്റെ ക്ഷേത്രം ഒരു രഥത്തിലുള്ള പോലെ, രഥത്തിൻ്റെ ചക്രമാണ് ഈ കാണുന്നത്. അതല്ലേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ കൊത്തുപണികളെല്ലാം. നോക്കി ഞാൻ അതല്ലേ എന്തൊരു ഭംഗിയാ. കുറേയൊക്കെ ഉണ്ടോ ഇവിടെ പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്, അതും കാണാം. ഇരുട്ടായതുകൊണ്ടേ അത്രയ്ക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല, എന്താ ചെയ്യുക. സൺ ടെമ്പിൾ കൊണാർക്ക്. ചക്രം ഒരെണ്ണമല്ല, ഒന്നിലധികം കാണാം കേട്ടോ ഇവിടെ. ഇവിടെയും നിറയെ ചക്രങ്ങൾ കാണാം. പുറകുവശത്തുള്ള ഭാഗമാണിത്. ഇതല്ല നേരെ പുറകുവശത്തുള്ള കൊത്തുപണികളാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ ഇവർ വെച്ച ലൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നു. ഇല്ലെങ്കിൽ ശരിക്കും ഈ സമയമാകുമ്പോഴേക്കും എല്ലാം മങ്ങി ഒന്നും കാണില്ല. ഇതല്ലേ കൊത്തുപണികൾ. ഇരുട്ടത്ത് വന്ന് സൂര്യക്ഷേത്രം കാണിച്ചു തന്നതിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ. ഞാൻ വിചാരിച്ച പോലെ ഇന്ന് സമയം അത്ര ശരിയായില്ല. അപ്പം എനിക്ക് കുഴപ്പമില്ല, പിന്നെ കുറേയും കൂടി നന്നായി കാണാം. പക്ഷേ ഈ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ അത്രയും നന്നായി കാണാൻ കഴിയില്ല. എനിവേ ഇതിപ്പം വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണാം, കുറേയും കൂടിയും നല്ല ക്ലിയർ ആയിട്ട്. അപ്പം അതിൽ നല്ല ഒരെണ്ണം പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് കാണാൻ. സൂര്യക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് ഇരുട്ടത്ത് കാണിക്കുന്നത് അത് തീരെ ശരിയല്ല. എനിവേ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ സൺ ടെമ്പിളിൻ്റെ കാഴ്ചകൾ. ബാക്കി ഞാൻ 1-2 ഫോട്ടോസും കൂടി കാണിച്ചു തരാം. ഇരുട്ടത്തുള്ള നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, നമുക്ക് പതുക്കെ നടക്കാം. ഒഡീഷ എപ്പിസോഡ് ഇവിടെ കൊണാർക്കിലൂടെ തീരുകയാണ്. ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. ശരി, ഇതാ സൂര്യക്ഷേത്രം ഒരിക്കൽ കൂടി.